ഇന്നത്തെ രാവിലെ വന്ന വാർത്തകളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്നതായിരുന്നു. മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ച പോലീസുകാർക്ക് ദൗത്യം പൂർത്തിയാക്കാനാവാതെ മടങ്ങേണ്ടിയും വന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വന്ന കോടതി വിധി രാഹുൽ മാങ്കൂട്ടം നടത്തിയ അടിയന്തര നീക്കം വരെ പാളിപ്പോകുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒളി സങ്കേതത്തിലേക്ക് നീങ്ങേണ്ടി വരികയായിരുന്നു മാങ്കൂട്ടത്തിന്. അപ്പോഴും പക്ഷേ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പറയുന്നത് മാങ്കൂട്ടം ഒളിവിലല്ല എന്നാണ്. കോടതി വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഉണ്ട് എന്നും. കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് അൻവറിന്റെ വിഷയം കൂടി വരുന്നത്. പിണറായി സത്തെ തകർക്കാനായി ഇറങ്ങിത്തിരിച്ച അൻവർ മൊത്തത്തിൽ കുരുക്ക് മുറുകിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുൻ MLA കൂടിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് EDയുടെ നോട്ടീസാണ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. PV അൻവർ ബിനാമി ഇടപാട് നടത്തി എന്നതാണ് EDയുടെ കണ്ടെത്തൽ. നേരത്തെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. PMLA വകുപ്പ് പ്രകാരമാണ് നടപടിയും. ചോദ്യം ചെയ്ത ശേഷം അൻവറിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ 17-ാം വകുപ്പ് പ്രകാരമാണ് PV അൻവറുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നതെന്നും ED അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. KFCയിൽ നിന്നെടുത്ത ലോൺ PVR മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. വായ്പയായി ലഭിച്ച പണം ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അല്ലാതെ ഉപയോഗിച്ചുവെന്നും ED കണ്ടെത്തുന്നുണ്ട്. ഇനിയോ ബിനാമികളുടേതെന്ന് സംശയിക്കുന്ന 15 ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്തിയതായും ED അറിയിക്കുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ PV അൻവറിന്റെ സ്വത്ത് 4 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അതെങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ബിനാമി പേരുകളിൽ കോടികളുടെ ഇടപാടുകൾ നടത്തിയ അൻവറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും EDയുടെ നീക്കമുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ച് ലോണുകൾ അനുവദിച്ച KFCയിലെ ചീഫ് മാനേജർ അടക്കമുള്ളവരെയും ED ചോദ്യം ചെയ്യും. ഡ്രൈവർ സിയാദിന്റെ പേരിൽ മാലാംകുളം കൺസ്ട്രക്ഷൻ തുടങ്ങിയാണ് KFCയിൽ നിന്ന് കോടികൾ വായ്പയായി തരപ്പെടുത്തിയത്. സിയാദിന്റെ പേരിലാണ് സ്ഥാപനമെങ്കിലും ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് താനാണെന്ന് അൻവർ EDക്ക് മുന്നിൽ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെ ലഭിച്ച 12 കോടിയിലേറെ രൂപ PVR ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിനാണ് വകമാറ്റി ചെലവഴിച്ചത്. വായ്പ തിരിച്ചടയ്ക്കാതെ ഒരേ വസ്തു തന്നെ ഈടുവെച്ച് കൂടുതൽ വായ്പ എടുക്കുകയും ചെയ്തു. അൻവറിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തതെന്ന് ഡ്രൈവർ സിയാദും മറ്റു ബന്ധുക്കളും മൊഴി നൽകിയതും അൻവറിന് കുരുക്കായി മാറുകയാണ്. ഇനിയുള്ള ചോദ്യം ചെയ്യലും അൻവർ വ്യക്തമായ മറുപടി ഇല്ല എങ്കിൽ അത് അറസ്റ്റിന് കാരണമാകും.